പെൺകുട്ടികളെയും വീട്ടമ്മമാരെയും പ്രണയക്കെണിയിൽ വീഴ്ത്തും. പതിയെ അവരറിയാതെ ലഹരി മാഫിയുടെ കണ്ണിയാക്കും. കോഴിക്കോട് താമരശ്ശേരി കേന്ദ്രീകരിച്ച് ഇതിനായി വലിയൊരു നെറ്റ്വർക്ക് തന്നെയുണ്ട്. ഇങ്ങനെ പ്രണയച്ചതിയിൽ കുരുങ്ങി ജീവിതം പിച്ചി ചീന്തപ്പെട്ട യുവതികൾ ഇന്ന് നരകയാതന അനുഭവിക്കുകയാണ്. സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ആൺസുഹൃത്തിനൊപ്പം ഇറങ്ങിപ്പോന്ന ഒരു വീട്ടമ്മയുടെ ദുരിത കഥ എല്ലാവരും അറിയണം. മയക്കുമരുന്ന് കടത്തിന് യുവതിയെ ഉപയോഗിച്ചു. എതിർത്തപ്പോൾ ഭക്ഷണം നൽകാതെ മുറിയിൽ പൂട്ടിയിട്ടു. പിന്നീട് ക്രൂരമായ മർദ്ദനവും. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ആ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ കേരളം തിരിച്ചറിയേണ്ടതാണ്. ഇതോടൊപ്പം യുവതികളെ മറയാക്കി സിനിമാ മേഖല കേന്ദ്രീകരിച്ചുള്ള ലഹരിക്കടത്തിൻ്റെ വിവരങ്ങളും പുറത്തുവരുന്നു. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ കണ്ണൂർ സ്വദേശിനി തസ്ലീമയ്ക്ക് സിനിമയിലെ പല ഉന്നതരുമായും ബന്ധമുണ്ട്. ആരൊക്കെയാണ് തസ്ലീമയുടെ ഇടപാടുകാർ? സിനിമയിലെ ലഹരി സംഘത്തിലേക്കും കേസിൻ്റെ അന്വേഷണം നീങ്ങുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കണ്ണൂർ സ്വദേശിനിയായ തസ്ലീമ സുൽത്താന ചെന്നൈയിലും കൊച്ചിയിലും ക്രിസ്റ്റീന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയിലുള്ളവരുമായി അടുത്ത ബന്ധം. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സെക്സ് റാക്കറ്റിലെ പ്രധാന കണ്ണി. കഴിഞ്ഞ രാത്രി ആലപ്പുഴയിൽ ഭർത്താവിനും മക്കൾക്കുമൊപ്പം ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയപ്പോഴാണ് തസ്ലീമയുടെ ഉന്നത ബന്ധങ്ങൾ പുറത്തു വന്നത്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്കും പ്രധാനപ്പെട്ട ചില റിസോർട്ടുകൾക്കും ലഹരി എത്തിച്ചു നൽകുന്നത് ഈ യുവതിയാണ്. സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നവർ എന്ന വ്യാജേനയാണ് ആലപ്പുഴ ഓമനപ്പുഴയിലെ റിസോർട്ടിലേക്ക് തസ്ലീമയും സംഘവും എത്തിയത്. ഇവരിൽ നിന്ന് 2 കോടിയോളം രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴ ഓമനപ്പുഴയിലെ റിസോർട്ടിലെത്തിച്ചപ്പോഴാണ് ചെന്നൈ സ്വദേശിനിയായ തസ്ലീമ സുൽത്താന എന്ന ക്രിസ്റ്റീന പിടിയിലാകുന്നത്. മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. സംശയം തോന്നാതിരിക്കാൻ ക്രിസ്റ്റീന തന്റെ മക്കളെയും കൂടെ കൂട്ടി. കാറിൽ സൂക്ഷിച്ചിരുന്ന കറുത്ത ബാഗിൽ 3 പാക്കറ്റുകളിലായാണ് ഹൈബ്രിഡ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ തസ്ലീമയ്ക്ക് സിനിമയിൽ ഉന്നത ബന്ധങ്ങളുണ്ട്. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്ക് കഞ്ചാവ് നൽകിയതായി ഇവർ എക്സൈസിന് മൊഴി നൽകി. ഫോണിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചു. പെൺവാണിഭ സംഘങ്ങളുമായും തസ്ലീമയ്ക്ക് അടുപ്പമുണ്ട്. എറണാകുളത്ത് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഇവർ സ്ഥാപനം നടത്തിയിരുന്നു. ഇവിടെ വെച്ച് സിനിമ വാഗ്ദാനം ചെയ്ത് ഫോട്ടോഷൂട്ടിനെത്തിയ പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ 4ാം പ്രതിയാണ്. ഷൈൻ ടോമിന്റെയും ശ്രീനാഥ് ഭാസിയുടെയും പേര് പരാമർശിച്ചതോടെ എറണാകുളത്തെ സിനിമാ മേഖല കേന്ദ്രീകരിച്ച് എക്സൈസ് അന്വേഷണം വ്യാപിപ്പിച്ചു. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ഉൽപാദനമില്ലാത്ത ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് മലേഷ്യയിൽ നിന്നോ ബാങ്കോക്കിൽ നിന്നോ കൊണ്ടുവന്നതാകാമെന്നാണ് എക്സൈസ് കരുതുന്നത്. ഹൈഡ്രോപോണിക് കൃഷിരീതിയിൽ AC റൂമുകൾ വളർത്തിയെടുക്കുന്ന ഇവയ്ക്ക് സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് ലഹരി കൂടുതലാണ്. 1 ഗ്രാമിന് 10,000 രൂപയോളം വില വരും. അതായത് രാസലഹരിയായ MDMA-യേക്കാൾ വില. ഈ ഡ്രഗ്സ് ഇവർ ഉപയോഗിക്കുന്നത് എറണാകുളത്ത് സെക്സ് റാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്ക് നൽകാനാണ് ഉപയോഗിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവർക്ക് മുൻ കേസുണ്ട്. അതിന് പേര് റിമാൻഡിലായിരുന്നു. അപ്പോൾ ഈ ഡ്രഗ്സിന്റെ പേരിലും ഒരു സാധാരണ അവിടെയുള്ള സ്ത്രീകൾക്ക് ഡ്രഗ്സ് നൽകിയാണ് സെക്സ് റാക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് ഞാൻ കിട്ടിയ വിവരം. ഒരു സിനിമാ ബന്ധങ്ങളും അത് അന്വേഷിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ആലപ്പുഴ എക്സൈസ് നാർക്കോട്ടിക് സെൽ സർക്കിൾ ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത്. ഓമനപ്പുഴയിലെ മാരാരി ഗാർഡൻ വില്ല എന്ന റിസോർട്ടിൽ നിന്നായിരുന്നു അറസ്റ്റ്. വിപണിയിൽ 2 കോടി രൂപയിലേറെ വിലമതിക്കുന്ന ഖുഷ് എന്ന ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവാണ് ഓമനപ്പുഴയിൽ നിന്നും ആലപ്പുഴ എക്സൈസ് സ്ക്വാഡ് പിടികൂടിയിട്ടുള്ളത്. പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകിയ ശേഷം വിൽപ്പന നടത്തുന്ന സംഘവുമായും ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് എക്സൈസ് സംഘം പരിശോധിച്ചു വരികയാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. 2 കുട്ടികളുടെ അമ്മയായ യുവതി, ഭർത്താവ് ഗൾഫിൽ. അതിനിടെയാണ് താമരശ്ശേരി അടിവാരം സ്വദേശിനിയായ വീട്ടമ്മ
അയൽവാസി ഷിജാസുമായി സൗഹൃദത്തിലാകുന്നത്. ഈ വഴിവിട്ട ബന്ധം പതിയെ നാട്ടുകാരും ഭർത്താവും അറിഞ്ഞു. അങ്ങനെ യുവതി മക്കളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഇറങ്ങിപ്പോന്നു. കൂടെ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് അയാളുടെ തനി സ്വഭാവം മനസ്സിലാകുന്നത്. ലഹരിക്കടിമയായ ഷിജാസ് മയക്കുമരുന്ന് കടത്തിന് പലപ്പോഴും യുവതിയെ ഉപയോഗിക്കാൻ തുടങ്ങി. എതിർത്തപ്പോൾ ഭക്ഷണം നൽകാതെ മുറിയിൽ പൂട്ടിയിട്ടു. പുറത്തു പോകാതിരിക്കാൻ വസ്ത്രങ്ങൾ മാറ്റിയിട്ടു. കയ്യും കാലും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചു. സ്വന്തം ജീവിത സുഖത്തിനു വേണ്ടി പ്രിയപ്പെട്ടവരെയെല്ലാം ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഇറങ്ങിപ്പോന്ന യുവതിക്ക് അനുഭവിക്കേണ്ടി വന്നത് നരക ജീവിതമാണ്. ഇത്തരത്തിൽ നിരവധി സ്ത്രീകൾ ലഹരി മാഫിയയുടെ കെണിയിലുണ്ടെന്നും യുവതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. സൗഹൃദം ഭാവിച്ചാണ് ഷിജാസ് തന്നോട് അടുത്തത്. പിന്നീട് ഭീഷണിപ്പെടുത്തി ലഹരിക്കടത്തിനായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു. വാഹനത്തിൽ സ്ത്രീകളുണ്ടെങ്കിൽ പോലീസ് വാഹനങ്ങൾ പരിശോധിക്കില്ലെന്ന ആനുകൂല്യം മുതലെടുത്തായിരുന്നു ലഹരിക്കടത്ത്. മെയിനായിട്ട് അയാൾ ഇന്നെ യൂസ് ചെയ്ത് ഒരു ലേഡി ഉണ്ട് എങ്കിൽ അയാൾക്ക് സേഫായിട്ട് ഇത് ചെയ്യാം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണെന്ന എൻ്റെ ഒരു തോന്നല്. കാരണം രാത്രി കാലങ്ങളിൽ അയാളെ യാത്രകളിൽ വണ്ടിയിൽ എന്നെയും കൊണ്ടുപോവുക. എന്നാലും ഒരു ഫാമിലി പോകുന്ന മാതിരിയാണ്. പോലീസിന്റെ മുന്നിലൊക്കെ ആണെങ്കിലും ഫാമിലി പോകുന്ന അതേമാതിരി വാടകയ്ക്ക് പല സ്ഥലങ്ങളിലായിട്ട് റെന്റിന് വീടെടുക്കുകയും അവിടെയൊക്കെ ഒരു ഫാമിലി രൂപത്തിലാണ് താമസം ഉണ്ടായിരുന്നത്. താമരശ്ശേരി അമ്പായത്തോട് ചുരം 4-ാം വളവ് മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ലഹരി കൈമാറ്റം. പലപ്പോഴും ഭക്ഷണം തരാതെ മുറിയിൽ പൂട്ടിയിട്ടു. പുറത്തു പോകാതിരിക്കാൻ വസ്ത്രങ്ങൾ മാറ്റിയിട്ടു. കയ്യും കാലും കെട്ടിയിട്ട ശേഷം ക്രൂരമായി മർദ്ദിച്ചതായും യുവതി വെളിപ്പെടുത്തി. ഡോറ് ലോക്ക് ചെയ്ത് പോകും, ഒരു ഡോഗും ഉണ്ടാവും. പിന്നെ അതിനെ കവർ ചെയ്തിട്ട് ഞാൻ എങ്ങനെ ഏത് രീതിയിലാണ് ഞാൻ പുറത്തിറങ്ങുക. അല്ലെങ്കിൽ ഇൻകേസ് ഓന് എന്റെ ഡ്രസ്സ് പിന്നെ രക്ഷപ്പെടാനുള്ള ശ്രമം എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് കെട്ടിയിടല് തുടങ്ങിയത്. കെട്ടിയിടുകയും ചെയ്യും, എന്റെ ഡ്രസ്സും ഉണ്ടാവുക. ഡ്രസ്സ് ഓന്റെ വണ്ടിന്റെ ഡിക്കിയിലേക്ക് മാറ്റും. ലഹരിക്കടത്തിന് നിരവധി സ്ത്രീകളെയും കുട്ടികളെയും ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തനിക്കറിയാം. പോലീസ് ആവശ്യപ്പെട്ടാൽ തെളിവുകൾ കൈമാറും. പല സ്ത്രീകളും എന്റെ കീഴിലുണ്ട്, അതെനിക്കറിയാം. പേരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഈ അടിവാരം സ്വദേശത്ത് തന്നെയുള്ള പല സ്ത്രീകളും ഉണ്ട്. താമരശ്ശേരി മേഖലയിലെ ലഹരി കച്ചവടത്തിലെ പ്രധാന ഇടപാടുകാരനായ ഷിജാസിനെ ജനുവരി 25-ന് 113 ഗ്രാം MDMA-യുമായി താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ ഇയാൾ റിമാൻഡിലാണ്. ഈങ്ങാപ്പുഴ ഷിബില വധക്കേസിലെ പ്രതിയായ യാസിറും ഷിജാസും അടുത്ത സുഹൃത്തുക്കളുമാണ്. MS അനീഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം, പണത്തിന് ആവശ്യം വരുമ്പോൾ കൊലപാതകം. കന്യാകുമാരി സ്വദേശി രാജേന്ദ്രൻ എന്ന കൊടും ക്രിമിനലിനെ കുറിച്ച് കേരളം കേട്ടത് 2022 ഫെബ്രുവരി 6-നാണ്. തിരുവനന്തപുരം അമ്പലമുക്കിലെ വിനീതിയെ കൊലപ്പെടുത്തിയ ആ ദിവസം പലരും അത്ര വേഗം മറക്കാനിടയില്ല. വിനീതിയുടെ 4.5 പവന്റെ മാല കവരുന്നതിനായിരുന്നു ക്രൂരമായ കൊലപാതകം. കേസിൽ അന്തിമവാദം പൂർത്തിയായിരിക്കുന്നു. ഏറെ പ്രമാദമായ അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ ഈ മാസം 10-ന് വിധി പറയും. രോഗബാധിതനായ ഭർത്താവ് മരിച്ചതിനെ തുടർന്നാണ് നെടുമങ്ങാട് സ്വദേശിയായ വിനീത അമ്പലമുക്കിലെ അലങ്കാരച്ചെടി വിൽപ്പന കേന്ദ്രത്തിൽ ജീവനക്കാരിയായി എത്തിയത്. 2022 ഫെബ്രുവരി 6-നായിരുന്നു ദാരുണ കൊലപാതകം. തമിഴ്നാട് കന്യാകുമാരി തോവാള സ്വദേശി രാജേന്ദ്രനാണ് കൊലപാതകം നടത്തിയത്. വിനീതയുടെ 4.5 പവന്റെ മാല കവരുന്നതിനായിരുന്നു കൊല. ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിച്ചിരുന്ന രാജേന്ദ്രൻ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നേരത്തെയും കൊലപാതകങ്ങൾ നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു അമ്പലമുക്കിലെ കൊലപാതകം. പേരൂർക്കടയിൽ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന രാജേന്ദ്രൻ പ്രദേശത്ത് പകൽ സമയം കറങ്ങി നടന്ന ശേഷമാണ് ഒറ്റയ്ക്ക് കണ്ട വിനീതയെ കൊലപ്പെടുത്തിയത്. സമ്പൂർണ്ണ കോവിഡ് നിയന്ത്രണം ഉണ്ടായിരുന്ന സമയത്ത് ചെടി നനയ്ക്കുന്നതിനായാണ് വിനീത സ്ഥാപനത്തിലെത്തിയത്. ചെടി വാങ്ങാനെന്ന വ്യാജേനയാണ് രാജേന്ദ്രൻ സ്ഥാപനത്തിൽ കടന്നത്. പിന്നീട് പിന്നിൽ നിന്ന് കഴുത്തിൽ കത്തി കുത്തിയിറക്കുകയായിരുന്നു. കേസിലെ 118 സാക്ഷികളിൽ 96 പേര് വിസ്തരിച്ചു. 222 രേഖകളും കോടതിയിൽ ഹാജരാക്കി. 7ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രസൂൺ മോഹനാണ്
കേസ് പരിഗണിച്ചത്. വാദിഭാഗത്തിനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സലാഹുദ്ദീൻ ഹാജരായി. ന്യൂസ് 18 തിരുവനന്തപുരം. മലയാളികളായ ക്രിമിനൽ സംഘങ്ങളുടെ ഒളിത്താവളം ഗൾഫ് രാജ്യങ്ങളാണ്. പോക്സോ കേസുകൾ മുതൽ ലഹരി കേസുകളിലെ വരെയും പ്രതികൾ ഇങ്ങനെ രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് മുങ്ങുന്നുണ്ട്. എന്നാൽ ഇനി അങ്ങനെ ഒളിവിൽ പോകാൻ വരട്ടെ. കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കടക്കുന്നവരെ ഇന്റർപോളിന്റെ സഹായത്തോടെ പോലീസ് പൊക്കും. മൂവാറ്റുപുഴയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ഗൾഫിലേക്ക് നാടുവിട്ട പ്രതി 1.5 വർഷത്തിന് ശേഷം പിടിയിലായിരിക്കുന്നു. മൂവാറ്റുപുഴ സ്വദേശി സുഹൈലിനെ ഇന്റർപോളിന്റെ സഹായത്തോടെ അബുദാബിയിലെത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദേശത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ നാട്ടിലെത്തിച്ചു. ൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം ഗൾഫിലേക്ക് നാടുവിട്ട പ്രതിയെ 1.5 വർഷത്തിന് ശേഷമാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ പിടികൂടിയത്. മൂവാറ്റുപുഴ രണ്ടാർക്കര സ്വദേശി സുഹൈലിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അബുദാബിയിലെത്തി അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചെന്ന കേസിലാണ് നടപടി. 2023 പോലീസ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം മൂവാറ്റുപുഴ പോക്സോ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പിന്നീട് കോടതി പ്രതിക്കെതിരെ ഓപ്പൺ എൻഡഡ് വാറന്റ് പുറപ്പെടുവിച്ചതാണ്. ഇതേ തുടർന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഇന്റർപോളിന്റെ സഹായത്തോടെ അബുദാബിയിലെത്തി പിടികൂടുകയുമായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ നടന്നത്. മൂവാറ്റുപുഴ ഇൻസ്പെക്ടർ ബേസിൽ തോമസ്, എസ്ഐമാരായ MP ദിലീപ് കുമാർ, MM ഉബൈസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ധനേഷ് B നായർ എന്നിവരാണ് പ്രതിയെ വിദേശത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത് വിമാനമാർഗം നാട്ടിലെത്തിച്ചത്. ന്യൂസ് 18 കൊച്ചി. ജീവിക്കാനായി ഒരു തൊഴിൽ തേടിയാണ് ഇതര സംസ്ഥാനക്കാർ കേരളത്തിലെത്തുന്നത്. ഇങ്ങനെ കുടുംബസമേതം ഇവിടെ വരുന്നവരിൽ പലർക്കും താമസിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് പോലുമില്ല. സ്ത്രീകളുടെ സുരക്ഷയാണ് പ്രധാന പ്രശ്നം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അസം സ്വദേശിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് നാട്ടുകാരായ 2 പേരാണ്. ഭർത്താവ് ജോലിക്ക് പോയ സമയത്താണ് മാരായമുട്ടത്ത് താമസിക്കുന്ന യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. നിലവിളി കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ മാരായമുട്ടം സ്വദേശികളായ അനിൽകുമാർ, കുഞ്ചൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസമിൽ നിന്ന് കുടുംബസമേതം നെയ്യാറ്റിൻകര മാരായമുട്ടം കുറുവാടിൽ വാടകയ്ക്ക് താമസിക്കുന്ന 33-കാരിക്കാണ് ദുരനുഭവം. ഇവരുടെ ഭർത്താവ് സമീപത്തെ ഹാർഡ്വെയർ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് യുവതി ശുചിമുറിയിലേക്ക് പോകുന്ന സമയത്തായിരുന്നു 2-അംഗ സംഘം പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. യുവതിയുടെ നിലവിളി കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയപ്പോഴേക്കും അക്രമികൾ കടന്നു കളഞ്ഞു. ബാത്റൂം കഴിക്കാൻ പോയി ഭാര്യ, അത് പറഞ്ഞിട്ട് അവിടെ പിരിച്ചു. അത് അവന് വിളിച്ചന പോലെ കേൾക്കുന്നില്ല. അവൻ്റെ ജോലിക്ക് പോയി പിന്നെ അങ്ങോട്ട് ഓടി കളഞ്ഞു. എന്നിട്ട് അവനെ കടയിൽ പോയിട്ടാണ് അവനെ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ആൾ വന്നിട്ട് ഒരാളിനെ എനിക്ക് പിടിച്ച് അവനെ തുണി വലിച്ചിട്ട് അവർ ഓടിക്കണം. കുറുവാട് സ്വദേശികളായ അനിൽകുമാർ, കുഞ്ചൻ എന്നിവർക്കെതിരെ ഇവർ മാരായമുട്ടം പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. നീ നിന്റെ 2 മക്കളെയും കൊണ്ട് അവിടെ തന്നെ നിന്നോടി. നിങ്ങൾ ചത്ത ശേഷം മാത്രമേ ഞാൻ ഇനി നാട്ടിലേക്ക് വരൂ. എന്നെ ദ്രോഹിക്കാതെ നിനക്ക് നിന്റെ മക്കൾക്കും പോയി ചത്തുകൂടെ. ഇങ്ങനെയുള്ള ഭർത്താവിൻ്റെ ശകാരങ്ങൾ കേട്ട് സഹികെട്ടാണ് ഏറ്റുമാനൂരിലെ ഷൈനി മക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്തത്. കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്ത ഭർത്താവ് നോബിക്ക് 28 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷം ജാമ്യം ലഭിച്ചിരിക്കുന്നു.
കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിനിയായ ഷൈനിയും 2 പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത കേസിലാണ് പ്രതി നോബി ലൂക്കോസിന് ആശ്വാസമാകുന്ന വിധി വന്നത്. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ഷൈനിയെ ഭർത്താവ് നോബി പിന്തുടർന്ന് മാനസികമായി പീഡിപ്പിച്ചതാണ് ആത്മഹത്യക്ക് കാരണമെന്നായിരുന്നു പോലീസ് റിപ്പോർട്ട്. നോബിക്ക് ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഈ വാദങ്ങൾ നിലനിൽക്കെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് പ്രതിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ആത്മഹത്യയിൽ നോബിയുടെ പങ്ക് തെളിയിക്കുന്ന യാതൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും വാദമുയർത്തി. ഫെബ്രുവരി 28-നാണ് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി മാർച്ച് 5-ന് ഷൈനിയുടെ ഭർത്താവ് നോബിയെ അറസ്റ്റ് ചെയ്തു. ഷൈനിയുടെയും നോബിയുടെയും ഫോണിൽ നിന്ന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി കുറ്റപത്രം സമർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് 18 കോട്ടയം. കൊടിസുനിയുമായി ബന്ധം, CPM-ലെ ചില നേതാക്കളുമായും അടുപ്പം. കരുനാഗപ്പള്ളിയിലെ ഗുണ്ടാ നേതാവ് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ സൂത്രധാരൻ പങ്കജ് മേനോനെ പിടികൂടാൻ അന്വേഷണ സംഘം ആദ്യം ഒന്ന് മടിച്ചതാണ്. എന്നാൽ പോലീസിനെതിരെ ആക്ഷേപമുയർന്നതോടെ പങ്കജിനായി സംസ്ഥാനത്തെമ്പാടും വലവിരിച്ചു. കല്ലമ്പലത്ത് നിന്നാണ് പ്രതിയെ കരുനാഗപ്പള്ളി പോലീസ് ഒടുവിൽ പിടികൂടിയത്. ഇതോടെ പ്രതികാര കൊലപാതകത്തിൻ്റെ ചുരുളുമഴിഞ്ഞു. പങ്കജ് മേനോൻ നൽകിയ കൊട്ടേഷനാണ് അരുംകൊലയ്ക്ക് കാരണമായത്. സന്തോഷിനെ വധിക്കാൻ ഗുണ്ടാ സംഘങ്ങൾ കൊട്ടേഷൻ നൽകിയത് പങ്കജ് മേനോനാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഒളിവിൽ പോയ ഇയാൾക്കായി സംസ്ഥാനത്തുടനീളം അന്വേഷണം നടന്നുവരവെയാണ് കരുനാഗപ്പള്ളി പോലീസ് രഹസ്യവിവരത്തെ തുടർന്ന് പങ്കജിനെ പിടികൂടിയത്. പുലർച്ചെ 3:30-ക്ക് കല്ലമ്പലത്ത് നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ കേസിൽ 7 പ്രതികൾ പിടിയിലായി. കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ള രാജപ്പൻ എന്ന് വിളിക്കുന്ന രാജീവ്, പ്യാരി, ഹരി, സോനു എന്നിവരും ഇവർക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകിയ ചക്കര, അതുൽ, മനു എന്ന് വിളിക്കുന്ന കുക്കു എന്നിവരും റിമാൻഡിലാണ്. കഴിഞ്ഞ 27-നാണ് കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷിനെ ഒരു സംഘം അക്രമികൾ വീട്ടിൽ കയറി വെട്ടി കൊലപ്പെടുത്തിയത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന സങ്കേതങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോൾ നാടൻ ബോംബുകളും തോക്കും മാരകായുധവുമൊക്കെ കണ്ടെടുത്തിരുന്നു. സന്തോഷുമായുള്ള മുൻ വൈരാഗ്യത്തെ തുടർന്ന് കൊട്ടേഷൻ നൽകിയ പങ്കജിന്റെ രാഷ്ട്രീയ ബന്ധവും ഗുണ്ടാബന്ധവും മനസ്സിലാക്കിയ പോലീസ് നിരവധി പേരുടെ മൊഴികളെടുത്തിരുന്നു. ഇയാളുമായി ബന്ധമുള്ള CPM പ്രാദേശിക നേതാവിന്റെ മൊഴി കഴിഞ്ഞ ദിവസം മണിക്കൂറിലെടുത്താണ് രേഖപ്പെടുത്തിയത്. മറ്റു പ്രതികളായ ആലുവ, അതുൽ, സാമുവൽ എന്നിവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം വെള്ളായണിയിൽ വാടക വീട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി പാർട്ടി. വലിയ സംഘം യുവാക്കൾ വീട്ടിലെത്തുന്നതറിഞ്ഞ് പോലീസിന്റെ മിന്നൽ പരിശോധന. ഇവിടെ നടത്തിയ റെയ്ഡിൽ ലഹരി വസ്തുക്കൾ മാത്രമല്ല എയർ ഗണ്ണും പോലീസ് പിടിച്ചെടുത്തു. MDMA, ഹാഷിഷോയിൽ കഞ്ചാവ് ഉൾപ്പെടെയാണ് ലഹരി പാർട്ടിക്കായി എത്തിച്ചത്. കേസിൽ 4 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഈ വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും പതിവായിരുന്നുവെന്നാണ് വിവരം. കൊലക്കേസ് പ്രതി ഉൾപ്പെടെയുള്ളവരാണ് ലഹരി പാർട്ടി നടത്തി പോലീസ് പിടിയിലായത്. വള്ളക്കടവ് സ്വദേശി പൊക്കം ഷാജഹാൻ, നെടുമ സ്വദേശി ആഷിഖ്, കീഴൂർ സ്വദേശി വേണു, വള്ളക്കടവ് സ്വദേശി മാഹിൻ എന്നിവരാണ് പിടിയിലായത്. MDMA, ഹാഷിഷ് ഓയിൽ, കഞ്ചാവ് എന്നിവ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. വെള്ളായണിയിൽ ഒറ്റയ്ക്കെടുത്ത വീട്ടിലായിരുന്നു ലഹരി പാർട്ടി. 2 കാറുകളും എയർഗണ്ണും ഇവരിൽ നിന്ന് പിടികൂടി. ലഹരി ഉപയോഗത്തോടൊപ്പം വിൽപ്പനയും ഇവർ നടത്തിയിരുന്നതായി പോലീസ് പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ക്ഷേത്രോത്സവങ്ങളുടെയും മറ്റാഘോഷങ്ങളുടെയും പേര് പറഞ്ഞ് നിങ്ങളുടെ കുട്ടികൾ വീട്ടിൽ നിന്നും രാത്രി പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അവർ കൂട്ടും കൂടി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് വീട്ടുകാർ അറിയാറില്ല. പുറത്ത് കുട്ടികൾക്ക് മദ്യവും ലഹരിയും വാങ്ങി നൽകാൻ പലരുമുണ്ട്. പാലക്കാട് ഷൊർണൂർ പുനത്തറയിൽ പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയത് നാട്ടുകാരിൽ ഒരാളാണ്. അമിതമായ അളവിൽ മദ്യം കഴിച്ച 15 വയസ്സുള്ള 2 വിദ്യാർത്ഥികൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. വീട്ടുകാർ പരാതിപ്പെട്ടതോടെയാണ് മദ്യം വാങ്ങി നൽകിയ ആളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത്. കേസിൽ ഷൊർണൂർ സ്വദേശി ക്രിസ്ത്യൻ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം കൂനത്തറയിൽ പൂരാഘോഷവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയത്. 15 വയസ്സുകാരായ 2 വിദ്യാർത്ഥികൾക്കാണ് പ്രതി മദ്യം വാങ്ങി നൽകിയതെന്ന് പോലീസ് പറഞ്ഞു. അമിതമായ അളവിൽ മദ്യം കഴിച്ച 2 വിദ്യാർത്ഥികൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. അബോധാവസ്ഥയിൽ റോഡിൽ തളർന്നു വീണ് കിടക്കുകയായിരുന്നു 2 പേരും. നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. ഇതിൽ ഒരു കുട്ടി വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. നിലവിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷൊർണൂർ കവളപ്പാറ സ്വദേശി ക്രിസ്ത്യൻ സി രാജനാണ് മദ്യം വാങ്ങി നൽകിയതെന്ന് കണ്ടെത്തി. തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. സ്കൂളിൻ്റെ മുൻപിൽ ഒരു പെൺകുട്ടിയുമായി സംസാരിച്ചതിൽ തുടങ്ങിയ പ്രശ്നമാണ് പിന്നീട് ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിയപ്പോൾ തർക്കമുണ്ടാകുന്നു. കൊല്ലം പുനലൂരിൽ +2 വിദ്യാർത്ഥിനിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ്. പുനലൂർ സ്വദേശി ശ്രീകുട്ടനെ കുത്തിയ കേസിൽ പ്രതി പ്രത്യുഷ് പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനം നടക്കുന്നതിനിടെ ഇവർ തമ്മിൽ വാക്കുതർക്കവും കത്തിക്കുത്തുമുണ്ടായത്. പുനലൂർ അഷ്ടമംഗലം ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ നടന്ന സംഘർഷത്തിലാണ് വിദ്യാർത്ഥിയെ കുത്തി പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ പ്രതി മണിയാർ കേളൻകാവ് സ്വദേശി 32കാരനായ പ്രത്യൂഷ് അറസ്റ്റിലായി. കരുവാളൂർ കല്ലുവിള പുത്തൻവീട്ടിൽ 18കാരനായ ശ്രീകുട്ടനാണ് കുത്തേറ്റത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ശ്രീകുട്ടൻ. സ്കൂളിന്റെ മുൻപിൽ നിന്ന് ഒരു പെൺകുട്ടിയുമായി ശ്രീകുട്ടൻ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രതി പ്രത്യൂഷ് മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നു. ഇതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 30-ന് ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനം നടക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് രാത്രി നടന്ന ഗാനമേളയ്ക്കിടയിൽ പ്രത്യൂഷ് ശ്രീകുട്ടനെ കുത്തുകയായിരുന്നു. വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. വ്യാജ അരിഷ്ടം കച്ചവടം നടത്തിയതിനും അടിപിടി കൂടിയതിനും വിവിധ സ്റ്റേഷനുകളിൽ പ്രത്യൂഷിന് എതിരെ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ്
ന്യൂസ് 18 പുനലൂർ. തമിഴ്നാട്ടിൽ നിന്നും ട്രെയിൻ മാർഗം കേരളത്തിലെത്തി ആളില്ലാത്ത വീടുകളിൽ മോഷണം നടത്തുന്ന സംഘം. ഓരോ യാത്രയിലും മോഷണ പരമ്പര നടത്തി മടക്കം. എന്നാൽ ഇത്തവണ പാലക്കാട് തൃത്താലയിൽ മോഷണത്തിനെത്തിയ കവർച്ചാ സംഘത്തിന് പിടിവീണു. തൃത്താല ആനക്കരയിലെ വീട്ടിൽ കവർച്ച നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മോഷ്ടാവ് കിണറ്റിൽ വീണതോടെയാണ് പോലീസിന്റെ വലയിലായത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മോഷ്ടാവിനെ കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആനക്കര സ്വദേശി ബാലകൃഷ്ണന്റെയും സഹോദരിയുടെയും വീട്ടിലാണ് മോഷണം നടന്നത്. 2 വീടുകളിലും മോഷണം നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾ കിണറിൽ വീഴുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സംശയം തോന്നിയ നാട്ടുകാർ പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ കരുണാനിധി, ജയരാമൻ എന്നിവരാണ് പിടിയിലായത്. തുടർന്നാണ് മോഷ്ടാക്കളിൽ ഒരാൾ കിണറിൽ വീണ വിവരം അറിയുന്നത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മോഷ്ടാവിനെ കിണറിൽ നിന്നും പുറത്തെടുത്തു. മോഷ്ടിച്ച പണവും ലഭിച്ചു. അപ്പൊ ഇയാളോട് എങ്ങോട്ട് വന്നത്, എന്താ വന്നതെന്നൊക്കെ ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞ ഉൾട്ടാണ്. ഒന്നും പട്ടാമ്പിക്കാണ്, പട്ടാമ്പിക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടേക്ക് എത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പറഞ്ഞു ബീവറേജിൽ നിന്ന് വന്നാണെന്ന്. ഞങ്ങൾ വരുന്ന സമയത്ത് തന്നെ 12:30ആണ്. 9 മണിക്ക് അടക്കുന്ന ബീവറേജിൽ നിന്ന് ഇപ്പൊ എന്തായാലും ഇവിടെ 12:30ക്ക് എത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ സംശയം തോന്നി. പിന്നെ അങ്ങനെ പോലീസിന് ഇൻഫോം ചെയ്ത് പോലീസ് വന്നു, അങ്ങനെ ആളെ കയറ്റി പിന്നെ അവര് കൊണ്ടുപോയി. കുറച്ചു പണവും 9,000 രൂപ വില വരുന്ന നടരാജ വിഗ്രഹവുമാണ് മോഷ്ടിച്ചത്. ഒരു 9 മണിക്ക് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് വീട് പുറഭാഗം ഗ്രില്ല് പൊട്ടിച്ച് കണ്ടത്. ഉള്ളിൽ കയറിയപ്പോൾ കുറച്ച് ഉള്ളിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഒരു നടരാജ വിഗ്രഹം ചെറുതുണ്ടായിരുന്നു, അതും പോയി. പിന്നെ ഇപ്പോൾ നോക്കിയപ്പോഴാണ് ചെറിയൊരു ടോർച്ച്, നല്ല ടോർച്ച് ഉണ്ടായിരുന്നു, അതും കാണാനില്ല. തമിഴ്നാട്ടിൽ നിന്ന് ട്രെയിൻ മാർഗമെത്തി ആളില്ലാത്ത വീടുകളിൽ മോഷണം നടത്തി മടങ്ങുകയാണ് സംഘത്തിന്റെ രീതി. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയെ 20 വർഷത്തിനു ശേഷം പിടികൂടി തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസ്. പിടിയിലായത് മുസ്തഫ എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി ജീവിച്ചിരുന്ന ചാക്ക സ്വദേശി സനൽകുമാർ. മലപ്പുറം വെട്ടത്തൂരിൽ കഞ്ചാവും നാടൻ തോക്കുമായി ഒരാൾ പിടിയിൽ. പിടിയിലായത് പച്ചക്കറി പലചരക്ക് കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന മണ്ണാർമല സ്വദേശി ഷറഫുദ്ദീൻ. കോഴിക്കോട് കുറ്റ്യാടിക്ക് സമീപം സ്വകാര്യ ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. ബസ് ഡ്രൈവർ വട്ടോളി സ്വദേശി ഷെല്ലിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി മുഹമ്മദിനെതിരെ കേസെടുത്തു. കോഴിക്കോട് മുക്കത്ത് മദ്യലഹരിയിൽ ഓടിച്ച കാർ ഓട്ടോറിക്ഷയിലിടിച്ച് 5 പേർക്ക് പരിക്ക്. കാറിലുണ്ടായിരുന്നവരെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. തമിഴ്നാടിനെ ഞെട്ടിച്ച് വീണ്ടും ദുരഭിമാന കൊല. കോയമ്പത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനിയായ പല്ലടം സ്വദേശി വിദ്യയെ തലക്കടിച്ചു കൊന്ന കേസിൽ സഹോദരൻ ശരവണകുമാർ പിടിയിൽ. എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ എന്നും കുഞ്ഞുങ്ങളാണ്. എന്നാൽ കൗമാരപ്രായമാകുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾ തിരിച്ചറിയാറുണ്ടോ? ആലപ്പുഴയിൽ +1 വിദ്യാർത്ഥിനി പ്രസവിച്ചതിനെ തുടർന്നാണ് അവളുടെ അച്ഛനും അമ്മയും മകളുടെ പ്രണയബന്ധത്തെക്കുറിച്ച് അറിഞ്ഞത്. സ്കൂളിലെ സഹപാഠിയായ 17-കാരനാണ് കുഞ്ഞിൻ്റെ അച്ഛൻ. സാധാരണ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് അച്ഛൻ്റെ കരുതലും സ്നേഹവുമൊക്കെ ആവശ്യമുള്ള സമയമാണ്. പക്ഷേ ഇവിടെ കേസ് വേറെയാണ്. 17-കാരനെതിരെ പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. പിന്നീട് പയ്യൻ ഒളിവിലും പോയി. ഒടുവിൽ പെൺകുട്ടിയുടെ കൂട്ടുകാരനെ ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇക്കാലത്ത് മക്കളുടെ പ്രണയത്തെ എതിർത്തത് കൊണ്ടൊന്നും കാര്യമില്ല. പക്ഷേ അവർക്ക് വീട്ടിൽ എന്തും തുറന്നു പറയാനുള്ള സാഹചര്യം ഒരുക്കണം. പ്രണയത്തിനപ്പുറമുള്ള ബന്ധങ്ങൾ വിവാഹത്തിന് ശേഷം മതിയെന്ന് കുഞ്ഞുങ്ങളോട് പറയണം. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള അപകടത്തെക്കുറിച്ചൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.